നിയന്ത്രണത്തിലെ വീഴ്ചകൾ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം. സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചേക്കും. കണ്ണൂരിലെ ബോംബ് വിഷയവും ഉയർത്തിയേക്കും. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ വൈദികർക്കെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് ബിഷപ്പുമാർ. സിനഡിൽ വിയോജിപ്പ് അറിയിച്ച് 5 മെത്രാൻമാർ. പുറത്താക്കൽ തീരുമാനം സഭയുടെ മധ്യയുഗ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത്. അനുരഞ്ജനത്തിലൂടെ പ്രശ്നപരിഹാരം വേണമെന്നും ആവശ്യം. CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കി. തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ UDF ഏകോപന സമിതി യോഗം തിരുവനന്തപുരത്ത്. പാർട്ടി പുനഃസംഘടന പ്രധാന അജണ്ട. മുതിരപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് വീണ്ടും അപകടം. 5 തെങ്ങ് സ്വദേശി മത്സ്യത്തൊഴിലാളി മരിച്ചു. 3 പേർ രക്ഷപ്പെട്ടു. അപകടം പുലർച്ചെ 1:30-ഓടെ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ഘടിപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ. KSUവിന്റെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച്. 3ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും പ്രവേശനം ലഭിക്കുന്നില്ലെന്ന് പരാതി. നീറ്റിന് പിന്നാലെ നെറ്റ് പരീക്ഷയിലും പ്രതിസന്ധി. പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ. ക്രമക്കേടിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്രം. നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 60-ലേറെ പേർ ആശുപത്രിയിൽ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് സർക്കാർ. വിശദാംശങ്ങൾ